നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കോൺഗ്രസ്. വെള്ളിയാഴ്ച ഗാന്ധി യാത്ര നടത്തി പ്രതിമ സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മലപ്പട്ടത്തേത് ജനാധിപത്യത്തെയും ഗാന്ധിജിയുടെ ഓർമ്മകളെയും കശാപ്പ് ചെയ്യുന്ന CPM-നെതിരായ പോരാട്ടമെന്നും മാർട്ടിൻ ജോർജ്. ചെങ്ങളായി ചുഴലി റോഡിൽ വലിയ കുഴി, ആഴം കൂടി വരുന്നതിന്റെ ആശങ്കയിൽ പ്രദേശവാസികൾ. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പൈപ്പിംഗ് പ്രതിഭാസമെന്ന് ജിയോളജി വകുപ്പ്. സത്വര നടപടികളുമായി ജില്ലാ പഞ്ചായത്ത്. അഴീക്കോട് കള്ളക്കടപ്പുറത്തെ അപകടം. വാരത്തെ പ്രനീഷിന്റെ മൃതദേഹവും കണ്ടെത്തി. കരക്കെത്തിയത് പയ്യാമ്പലം അറേബ്യൻ റിസോർട്ടിന് സമീപം. കോസ്റ്റൽ ഗാർഡും ബന്ധുക്കളും എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. വാർത്തകൾ വിശദമായി. കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ കോൺഗ്രസ് തീരുമാനം. ജൂൺ 6-ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി യാത്രയോടെ ഗാന്ധി പ്രതിമയും സ്ഥാപിക്കും. KPCC-യുടെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് യാത്ര മലപ്പട്ടം ടൗണിൽ സമാപിക്കും. തുടർന്ന് ടൗണിന്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കും. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതിമ അനാച്ഛാദനം ചെയ്യുമെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ MP, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തുടങ്ങിയ പ്രമുഖ നേതാക്കൾ എന്നിവർ ഗാന്ധി യാത്ര നയിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും സ്മരണകളെ പോലും തമസ്കരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നുകാട്ടുന്നതിനായാണ് ഗാന്ധി യാത്ര നടത്തുന്നതെന്നും ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം KPCC നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള CPM തകർത്തിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള K. സുധാകരൻ MP ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മലപ്പട്ടം ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ 6-ാം തീയതി ബഹുമാന്യനായ KPCC പ്രസിഡന്റാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. CPM ഗാന്ധി നിന്ദ നടത്തുകയും ഓഗസ്റ്റ് 15-ന് ഗാന്ധി സ്തുതി നടത്തുകയും ചെയ്യുന്നു. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടു തരത്തിലാണ്. BJP നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റി അവരുടെ പേരിലേക്ക് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വിരോധാഭാസങ്ങൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ഈ ഇരട്ടത്താപ്പ് സമീപനങ്ങളെ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യവും ഗാന്ധി യാത്രയ്ക്ക് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് 1000 വീടുകൾ ഗാന്ധി ഭവനങ്ങളായി പ്രഖ്യാപിക്കും. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വൈകാതെ തന്നെ അടുവാപ്പുറത്തും ഗാന്ധി സ്തൂപം സ്ഥാപിക്കുമെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. അടുവാപ്പുറത്ത് ഉടനെ തന്നെ നമ്മൾ സ്ഥാപിക്കും. ഇതിൻ്റെ ഭാഗമായി അടുവാപ്പുറം മാത്രമല്ല, CPM ഏത് സെൻറ്റർ ആയാലും നമ്മൾ അങ്ങനെ CPM സെൻറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടോ ഒന്നുമല്ല. ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ മലപ്പട്ടം ടൗൺ, നിങ്ങൾക്കറിയാലോ മലപ്പട്ടം എന്താണ്, അവിടെ വെച്ച്, അവിടെയാണ് നമുക്കെതിരെ കൊടിയ മർദ്ദനമുണ്ടായിട്ടുള്ളത്. ആ ടൗണിൽ വെച്ചാണ്, അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവിടെ വെച്ച് തന്നെ നമ്മളിതിന് തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി മുഴപ്പിലങ്ങാടി UP സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് റോഡ് സുരക്ഷാ ക്ലാസ് നടത്തി. റോഡ് സുരക്ഷ റിട്ടയർഡ് റിസോഴ്സ് പേഴ്സൺ C. രാജീവ് കുമാർ പരിശീലനം നൽകി.
ഇല്ല. അപ്പൊ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ പറയാം, എനിക്ക് ബന്ധപ്പെട്ട മനസ്സിലാക്കിയ പക്ഷെ ഇവിടെ ഒരു ബസ് നിൽക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ അധികം ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? അപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ ഒരു അനുഭവമാണ് ഇവിടെ കുട്ടികൾ നല്ല അനുഭവത്തോട് കാണിച്ചത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പ്രധാന അധ്യാപിക കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു. ജനു ആയിച്ചാൻകണ്ടി, പി സുധ, പി പ്രിയ, വി റോജ, ദിൽനാദാസ്, എം കെ ബിന്ധ്യ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ റോഡ് സുരക്ഷാ റോൾ പ്ലേ അവതരിപ്പിച്ചു. ചെറുകുന്ന് വാഹനാപകടം, യുവാവിന് ദാരുണാന്ത്യം. പുന്നച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ചാണ് അപകടം നടന്നത്. ചെറുകുന്ന് കവണിച്ചേരി സ്വദേശി വി രജീഷാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ബ്രാഞ്ച് സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി വി സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് വരികയാണ് ABSS. എന്താണ് ABSS? അത് ABSSനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിന്റെ മറ്റൊരു പേരാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്നത്. ഇതിന്റെ MOU, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഉണ്ടാക്കിയപ്പോൾ റെയിൽവേ വളരെ കൃത്യമായിട്ട് അതിലൊരു വാക്കുകൂടി എഴുതി ചേർത്തുന്നു. നമ്മളുടെ MP-മാരും MLA-മാരും ഒക്കെ ദൂരം ഇതിന്റെ ഉദ്ഘാടന വേദികളിൽ വന്നിട്ട് സ്റ്റേഷന്റെ വികസനങ്ങളെ കുറിച്ച്, അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ച്, എയർപോർട്ടിന് കിടപിടിക്കുന്ന സൗകര്യങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് എന്നൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്, ജനപ്രതിനിധികളടക്കം പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത് എന്നാണ് നമുക്ക് റെയിൽവേ ജീവനക്കാരോടെങ്കിലും പറയാനുള്ളത്. കാരണം എന്താണ്? റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ 2 റെയിൽവേ സ്റ്റേഷനുകളാണ് ആദ്യമായി വിൽപ്പനയ്ക്ക് വെച്ചത്. എറണാകുളം റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ DRU നേതൃത്വം കൊടുത്തുകൊണ്ട് റെയിൽവേ മേഖലയിലെ മുഴുവൻ സംഘടനകളെയും, മസ്ദൂർ യൂണിയൻ ഒഴികെ SRES ഒക്കെ ആ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നു. SRES വന്നില്ല, INTUC ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ വസ്തുത. പി ഷാജി അധ്യക്ഷത വഹിച്ചു. യാത്രയയപ്പ് സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. പി മനോഹരൻ, കെ ലക്ഷ്മണൻ, VB പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. റെയിൽവേയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 3 ലക്ഷത്തിൽ പരം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് സമ്മേളനം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കോൺഗ്രസ്. വെള്ളിയാഴ്ച ഗാന്ധി യാത്ര നടത്തി പ്രതിമ സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മലപ്പട്ടത്തേത് ജനാധിപത്യത്തെയും ഗാന്ധിജിയുടെ ഓർമ്മകളെയും കശാപ്പ് ചെയ്യുന്ന CPM-നെതിരായ പോരാട്ടമെന്നും മാർട്ടിൻ ജോർജ്. ചെങ്ങളായി ചുഴലി റോഡിൽ വലിയ കുഴി, ആഴം കൂടി വരുന്നതിന്റെ ആശങ്കയിൽ പ്രദേശവാസികൾ. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പൈപ്പിംഗ് പ്രതിഭാസമെന്ന് ജിയോളജി വകുപ്പ്. സത്വര നടപടികളുമായി ജില്ലാ പഞ്ചായത്ത്. അഴീക്കോട് കള്ളക്കടപ്പുറത്തെ അപകടം. വാരത്തെ പ്രനീഷിന്റെ മൃതദേഹവും കണ്ടെത്തി. കരക്കെത്തിയത് പയ്യാമ്പലം അറേബ്യൻ റിസോർട്ടിന് സമീപം. കോസ്റ്റൽ ഗാർഡും ബന്ധുക്കളും എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു.
Miracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. മലയോര മേഖലയിലെ പ്രധാന റോഡായ ചുഴലി ചെങ്ങളായി പാതയിൽ വൻ ഗർത്തം. പനംകുന്ന് ഭാഗത്തെ റോഡിലാണ് വൻ കുഴി രൂപപ്പെട്ടത്. പൈപ്പിംഗ് പ്രതിഭാസമാണെന്ന് സംശയിക്കുന്നതായും വിദഗ്ധ പരിശോധന ആവശ്യമാണെന്നും തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു. പനംകുന്നിലാണ് കുഴി നാട്ടുകാർ കണ്ടത്. സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മീറ്ററോളം ആഴത്തിലാണ് കുഴി. വൈദ്യുത കമ്പിയിൽ തൊടുന്ന മരച്ചില്ലകൾ വെട്ടാൻ എത്തിയവരാണ് കുഴി ആദ്യം കണ്ടത്. ചെറിയൊരു വിള്ളലാണ് ആദ്യം കണ്ടത്. എന്നാൽ കമ്പെടുത്ത് കുത്തിയപ്പോൾ 1.5 മീറ്ററിൽ കുഴി രൂപപ്പെട്ടു. പിന്നീട് അത് 3 മീറ്ററിലധികമായി. റോഡ് ഉടനെ ബ്ലോക്ക് ചെയ്തെന്നും പ്രദേശവാസികൾ പറഞ്ഞു. 4:30 മണി സമയത്ത് വണ്ടി കല്ലില്ലാതുകൊണ്ട് കാലിയടിച്ചിട്ട് നമ്മൾ നോക്കാം. അന്നേരം ഈ കുഴിയിൽ ഒരു കാറുകാരന്റെ സൈഡ് കൊടുക്കുമ്പോൾ ഈ കുഴി കാണുന്നത്. എന്നിട്ട് ഞാൻ ഈ ഫ്രണ്ട് വീല് കുഴിയിൽ പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ കയറി വണ്ടി അങ്ങേ പോകുമ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞ് സുരേഷിനോട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ആരുടെ പൊള്ളി വിളിച്ചത് വേറെ ആരും കാണാൻ. അങ്ങനെയാണ് തൊഴിലുറപ്പാറ്. ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അതൊരു 6 മണിയാകുമ്പോൾ വന്ന് സംഭവം അറിയും. ഇങ്ങനെ വലിയ കുഴിയാണെന്ന് ആൾക്കാരെല്ലാം വന്ന് ഇതെല്ലാം കണ്ടേ. അപ്പോൾ ഇതിനു മുമ്പേ കുറെ ടോർസ് വണ്ടിയിൽ പോയിന് കല്ലും കയറ്റിട്ട് ഒരു 5 വണ്ടികളുണ്ട്. എന്നിട്ട് ഞങ്ങള് അവരോട് തന്നെ നമുക്കറിയില്ലേ സംഭവം. ആദ്യം ഒരു ചെറിയൊരു കുഴിയുണ്ട്, ചെറിയ കുഴിവുണ്ട്, ഒരു ചെരുവ്. അപ്പൊ വണ്ടി വരുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ അടിക്കും പോലെ തോന്നലുണ്ട്. പക്ഷെ നമ്മളിത് അറിയുന്നില്ല ഇതിന്റെ അടിയിൽ വലിയ കുഴിയാന്ന്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. വലിയ മാളായിട്ടാണ് കാണുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്. ഒരു വശത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ടാർ ചെയ്ത റോഡാണിത്. പരിശോധന നടത്തി പരിഹാരം കണ്ടെത്തിയ ശേഷമേ പൂർണ്ണമായും റോഡ് ഗതാഗത യോഗ്യമാക്കുകയുള്ളൂ. കുഴിയുടെ ആഴവും കൂടുന്നുണ്ട്. ഇത് ജനങ്ങളിലും വാഹനയാത്രക്കാരിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ജീവനക്കാരാണ് അവരുടെ കമ്പ് എത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മളിന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ വെളിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരിയോട് അടിയന്തരമായി ജിയോജിയെ പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിന്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസമാണ് ഉള്ളത്. ഇതിപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു ബാധ്യത വാഹനവരാൻ തടഞ്ഞിട്ടുണ്ട്. റോഡിൽ രൂപപ്പെട്ട വൻ ഗർത്തം കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചെറിയ കുഴി ഉണ്ടായിരുന്നതായും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെറുതായി കുലുക്കം അനുഭവപ്പെട്ടിരുന്നതായും പതിവായി കല്ലുമായി പോകുന്ന ടിപ്പർ ലോറി ഡ്രൈവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അതേസമയം ചെങ്ങളായി ചുഴലി റോഡിലെ ഗർത്തം സോയിൽ പൈപ്പിംഗ് മൂലമാണെന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് സ്ഥിരീകരിച്ചു. ഗർത്തത്തിന് 4 മീറ്ററോളം ആഴമുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിലെ ഗർത്തം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ചെങ്ങളായി അരിമ്പ്ര ചുഴലി റോഡിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഇത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് സ്ഥിരീകരിച്ചു. ഗർത്തത്തിന് 4 മീറ്ററോളം ആഴമുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിലെ ഗർത്തം നികത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ ഇതുവഴി ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരുന്നു. റോഡിന്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് 1 മീറ്ററിലേറെ ആഴമുള്ള ഗർത്തം രൂപപ്പെട്ടത്. നെല്ലിക്കുന്നിനടുത്തുള്ള ടർഫിന് സമീപമാണ് ഗർത്തം കണ്ടത്. 6 വർഷം മുമ്പ് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് മെക്കഡാം ടാറിംഗ് പൂർത്തിയാക്കിയ റോഡാണിത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യന്റെ നേതൃത്വത്തിൽ ജിയോളജി വകുപ്പിലെ ഓഫീസർമാരും ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാനിറങ്ങിയ അപകടത്തിൽപ്പെട്ട പ്രനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ പയ്യാമ്പലം കടൽ തീരത്താണ് മൃതദേഹം കണ്ടത്. അറേബ്യൻ ബീച്ച് റിസോർട്ട് പരിസരത്താണ് കടൽ ഭിത്തിയോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടെ കുളിക്കാനിറങ്ങിയ പട്ടാന്നൂർ കൊടോളിപ്പുറത്തെ ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ഇന്നലെ ലഭിച്ചിരുന്നു.
വാരം വലിയന്നൂർ വെള്ളോറ ഹൗസിൽ വി പ്രിനീഷിനെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായത്. കൂടെ കുളിക്കാനിറങ്ങിയ പട്ടാനൂർ കൊടോളിപ്പുറം ആനന്ദ നിലയത്തിൽ PK ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തിയിരുന്നു. വിവരമറിഞ്ഞെത്തിയ പ്രിനീഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിൽ രണ്ടാമത്തേതും കണ്ണൂർ ജില്ലയിലെ ആദ്യത്തേതുമായ ആയുഷ് PHC AHIMS 2.0 മുണ്ടേരിയിൽ ആരംഭിച്ച ഡിജിറ്റൽ OP പ്രവർത്തനം ആരംഭിച്ചു. മുൻ രാജ്യസഭാ MP KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 8 ജില്ലകൾ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഡിജിറ്റൽ OP വരുന്നതോടുകൂടി മുൻകൂട്ടി സമയം ഓൺലൈനായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഒരാശുപത്രിയിൽ പോയിട്ട് കാത്തിരിക്കേണ്ട ക്യൂ നിൽക്കേണ്ട കാര്യം ഉണ്ടാകും. അതിന് സമയം നിശ്ചയിച്ചു തരും. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം കൃത്യമായി തീരുമാനിച്ചു തരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയാൽ മതി. പോകുന്ന സമയത്ത് നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തരും. അങ്ങനെ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളെയും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ലത സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ഹോമിയോ DMO ഡോക്ടർ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് BJ സോണി ഡിജിറ്റൽ OP വിശദീകരണം നടത്തി. ഡിജിറ്റലൈസേഷൻ എന്നുള്ള ഭാഗമായിട്ടാണ് ഇന്ന് മുണ്ടേരി APHCയിൽ അഹിംസ് 2 എന്ന സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മുടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ അവരുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മാറുകയാണ്. അവരുടെ ഫോൺ നമ്പർ, അവർ പ്രതിനിധാനം ചെയ്യുന്ന മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ അത് കൊടുക്കുക. പിന്നെ അവരുടെ വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ എല്ലാ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അവർ ആ OPയിൽ രജിസ്റ്റേർഡായി. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷനാണ്. എപ്പോൾ അവരുടെ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാലും ആ രോഗി ആ ലിസ്റ്റിൽ, ആ ഡിസ്പെൻസറിയുടെ ലിസ്റ്റിലേക്ക് വരുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ്. മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ, പഞ്ചായത്ത് മെമ്പർ P. ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, P. ദിവ്യ, K. രമേശൻ, ആയുർ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ D. വിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അവേര അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു. കൗൺസിലർ മിനി KM ഉദ്ഘാടനം ചെയ്തു. ALMSC അംഗം ഷീബ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി വർക്കർ പ്രേമലത സ്വാഗതം പറഞ്ഞു. പോളിടെക്നിക്കൽ കോളേജ് പ്രോഗ്രാം ഓഫീസർ മേഘ ശാന്തകുമാർ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർമാരായ പ്രജിഷ, അനീഷ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും പുതുതായി അംഗനവാടിയിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്കും വർണ്ണക്കൂട് അംഗങ്ങളായ കുട്ടികളിൽ ഫുൾ A+ നേടിയ സുമിഷ, രാഗേന്ദു എന്നിവർക്കും ഉപഹാരം നൽകുകയും ചെയ്തു. അംഗനവാടി ഹെൽപ്പർ ബീന നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ എളയാവൂർ സോണൽ സെന്റർ നമ്പർ 47 ചൊവ്വ അങ്കണവാടിയിൽ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചു. കുഞ്ഞുങ്ങളെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പരിപാടിയിൽ അങ്കണവാടിയിൽ പുതുതായി എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളെയും നിലവിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പൂച്ചെണ്ട് നൽകി അങ്കണവാടി വർക്കർ സുമ K, ALMSC അംഗങ്ങൾ മുള്ളങ്കണ്ടി രവീന്ദ്രൻ, ശോഭ SK, ഉഷ MK എന്നിവർ സ്വീകരിച്ചു. തുടർന്ന് ICDS സൂപ്പർവൈസർ ഷബ്ന പ്രവേശനോത്സവത്തിന്റെ പ്രാധാന്യവും അങ്കണവാടികളുടെയും അവയിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളുടെയും പ്രാധാന്യം, അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും AG കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികൾ നടത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അയവിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,090, പവന് 72,720 രൂപ, വെള്ളി 113 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കോൺഗ്രസ്. വെള്ളിയാഴ്ച ഗാന്ധി യാത്ര നടത്തി പ്രതിമ സ്ഥാപിക്കുമെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മലപ്പട്ടത്തേത് ജനാധിപത്യത്തെയും ഗാന്ധിജിയുടെ ഓർമ്മകളെയും കശാപ്പ് ചെയ്യുന്ന CPM-നെതിരായ പോരാട്ടമെന്നും മാർട്ടിൻ ജോർജ്. ചെങ്ങളായി ചുഴലി റോഡിൽ വലിയ കുഴി, ആഴം കൂടി വരുന്നതിന്റെ ആശങ്കയിൽ പ്രദേശവാസികൾ. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പൈപ്പിംഗ് പ്രതിഭാസമെന്ന് ജിയോളജി വകുപ്പ്. സത്വര നടപടികളുമായി ജില്ലാ പഞ്ചായത്ത്.
അഴീക്കോട് കള്ളക്കടപ്പുറത്തെ അപകടം. വാരത്തെ പ്രനീഷിന്റെ മൃതദേഹവും കണ്ടെത്തി. കരക്കെത്തിയത് പയ്യാമ്പലം അറേബ്യൻ റിസോർട്ടിന് സമീപം. കോസ്റ്റൽ ഗാർഡും ബന്ധുക്കളും എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.